കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി നമ്മൾ ഡാഷ്ബോർഡിനെ കുറിച്ച് ആണ് ചർച്ച ചെയ്യുന്നത്. അതിൽ പൂർണ്ണമായും സ്ലൈസർ ആയിരുന്നു നാം ഉപയോഗിച്ചത്. സ്ലൈസർ പോലെ തന്നെ മറ്റൊരു ടൂളാണ് ടൈം ലൈൻ. അത് ഡേറ്റ് ഫോർമാറ്റുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത്. സ്ലൈസറിൽ മന്തും ഇയറും കിട്ടാൻ നമ്മൾ ഡാറ്റാ ബേസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. അതില്ലാതെ തന്നെ ടൈം ലൈൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ടൈം ലൈൻ സ്ലൈസറിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതേപോലെ ടൈം ലൈൻ ഉപയോഗിക്കുമ്പോഴുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ലെസൺ 44 മുതൽ പിവറ്റ് ടേബിളിൻ്റെ ഡാഷ്ബോർഡ് തയ്യാറാക്കുമ്പോൾ ഉപയോഗിച്ച ഡാറ്റ തന്നെയാണിത്. 44 മുതൽ കാണാത്തവരത് കാണേണ്ടതാണ്. ഇവിടെ നമുക്ക് ഡേറ്റ് മാത്രമാണുള്ളത്. ഇതിന് നമുക്ക് ഡാഷ്ബോർഡിൽ സ്ലൈസറിൽ മന്തും ഇയറും കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതി അവിടെ വിവരിച്ചിരുന്നു. അത് സ്ലൈസറിന് അത് ആവശ്യമായിരുന്നു. ഇനി അങ്ങനെ ചെയ്യാതെ നമ്മൾ ടൈം ലൈൻ ആഡ് ചെയ്ത് നമുക്ക് എങ്ങനെ ഇതേപോലെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ പിവറ്റ് ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ ടി അടിച്ച് ഇതിനെ ഒരു ടേബിൾ ആക്കി മാറ്റും. ഫിൽട്ടർ ബട്ടൻ്റെ ആവശ്യമില്ല. ഈ ടേബിളിൽ നിന്നാണ് നമ്മൾ ഇനി ഇൻസേർട്ട് ചെയ്യുന്നത്. പിവറ്റ് ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നു, പുതിയ ഷീറ്റിൽ ഇൻസേർട്ട് ചെയ്യും. അതിന് നമുക്കിവിടെ കൊണ്ടുവന്ന് വെക്കാം. ഇനി ഇവിടത്തേക്ക് നമ്മൾ ഡേറ്റ് ഡ്രാഗ് ചെയ്തിടുന്നു, അതേപോലെ സെയിൽസ് ഇടുന്നു. ഇനി നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ആക്കാനുള്ള കാര്യം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഗ്രൂപ്പിൽ നമുക്ക് ഇയറും കൂടി ആവശ്യമുണ്ട്. നമ്മൾ ആ രീതിയിൽ മന്തും ഇയറും കിട്ടാൻ വേണ്ടി അങ്ങനെ ഗ്രൂപ്പും ആക്കി. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ ചാർട്ട് ഇൻസേർട്ട് ചെയ്ത് ടൈം ലൈൻ ആഡ് ചെയ്ത് നോക്കാം. ലൈൻ ചാർട്ട് ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ ലൈൻ കൊടുത്തു. ഇങ്ങനെ ഒരു ചാർട്ട് നമുക്ക് കിട്ടി. ഇപ്പം ഇങ്ങനെ മന്തൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഇത് കിട്ടുന്നത്. ഇതിനെ നമുക്ക് അടുത്ത ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ശരിയായ രീതിയിൽ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു പുതിയ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ മൂവ് ചെയ്യുന്നു. ഇതിനെ വലുതാക്കൊക്കെ ചെയ്യാം. നമ്മൾ ഒറ്റ ചാർട്ടിൽ മാത്രം ആഡ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഒന്നിൽ കൂടുതലൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് നമുക്ക് സ്ലൈസറും ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ടൈം ലൈൻ ഉപയോഗിക്കാം. ടൈം ലൈൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പിവറ്റ് ടേബിൾ സെലക്ട് ചെയ്ത് ഇവിടുന്ന് ഇൻസേർട്ട് സ്ലൈസർ എന്നുള്ളതിൻ്റെ അടുത്ത് ഇൻസേർട്ട് ടൈം ലൈൻ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇതാണ് ടൈം ലൈൻ. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റാം, ഗ്രാഫിൻ്റെ ഭാഗത്തേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മൾ ടൈം ലൈൻ കൊടുക്കുന്നു. ഇത് ഡ്രാഗ് ചെയ്ത് നമുക്ക് എത്ര വേണമെങ്കിലും വലുതാക്കാം. ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് മാറ്റം വരുത്തുകയും ചെയ്യാം. ഇതിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റം വരുത്താം. ഇവിടെ ഇതിൻ്റെ പ്രത്യേകതകളൊന്ന് നോക്കാം. ഡിസൈനിൽ പോയാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ നമ്മൾ ടൈം ലൈൻ സെലക്ട് ചെയ്ത് ടൈം ലൈൻ എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഡിസൈനിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെടുത്തു കഴിഞ്ഞാൽ ടൈം ലൈനിൽ ഇവിടെ നമുക്ക് ഹെഡർ കോളം ഒഴിവാക്കാം. ഈ ടൈം ലൈൻ കാണാൻ വേണ്ടി താഴേക്ക് ഒന്ന് വലിച്ചിടുന്നുണ്ട്. ടൈം ലൈനിൽ ഇതാ ഹെഡർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹെഡർ ഇവിടെ ഇതാണ് ഹെഡർ, ഡേറ്റ് എന്നുള്ള കാണാനാണ് ഹെഡർ. പക്ഷേ ഹെഡർ പോയി കഴിഞ്ഞാൽ ഫിൽറ്ററിൻ്റെ ആ ഓപ്ഷൻ നമുക്ക് പോകും. ഹെഡർ നമ്മൾ ആവശ്യമുണ്ട്. പിന്നെ സെക്ഷൻ ലേബൽ, ഇവിടെ ഇതാണ് സെക്ഷൻ ലേബൽ, ഓൾ പീരിയഡ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മന്ത് വൈസ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണത്. അപ്പോൾ അതും ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്. ഇയർ, ക്വാർട്ടർ, മന്ത്, ഡേയ്സ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ടൈം ലൈനിൽ പിന്നെ സ്ക്രോൾ ബാർ, ഇതാണ് സ്ക്രോൾ ബാർ ഉള്ളത്. അത് പോയാൽ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്ക് ഇങ്ങനെ ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് സ്ക്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ആവശ്യമാണെങ്കിൽ അത് അവിടെ വെക്കാം. അപ്പോൾ അതേപോലെ ടൈം ലെവൽ കാണിക്കുന്ന ഭാഗം, അത് ഈ മന്ത് ഇത് നമുക്ക് ഇതാണ് ടൈം ലെവൽ, ഇതും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നു വിചാരിക്കാം. ഇനി നമ്മുടെ ഗ്രാഫ് ഒന്ന് ടൈം ലൈനുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ റിപ്പോർട്ട് കണക്ഷൻ എടുക്കുന്നു. അവിടെ ഓൾറെഡി ലിങ്ക്ഡ് ആണ്. ഇനി നമുക്ക് ഇവിടെ ഓരോ വർഷം എടുക്കുമ്പോഴും നമുക്ക് ഇതെങ്ങനെ കിട്ടുന്നത് നോക്കാം. മന്ത് വൈസ് ആയി എടുക്കുന്നത്, ഇയർ വൈസ് നമ്മൾ സെലക്ട് ചെയ്താൽ ഇവിടെ ഗ്രാഫ് കിട്ടും. ഗ്രാഫിനെ നമുക്കൊന്ന് മാറ്റി നോക്കാം. ഗ്രാഫിനെ നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ നോക്കി നമുക്ക് അതിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം. ഇത് നീളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഗ്രാഫ് ചിലപ്പോൾ നമുക്ക് വലുതാക്കേണ്ടതായിട്ട് വരും. കാരണം ഈ മന്ത് വൈസ് ആണല്ലോ. ഇതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഡിസൈനിൽ നമുക്ക് ഇതേപോലെ ശരിക്കും മന്ത് ഇങ്ങനെ താഴേക്ക് കാണുന്ന വിധത്തിൽ ഇങ്ങനെ കാണിക്കാം. പിന്നെ അതേപോലെ നമുക്കിവിടെ ചെയ്യേണ്ട ഫോർമാറ്റുകളൊക്കെ ഒന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് എന്താ സംഭവിക്കുന്നത് നോക്കാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് 23 ഇങ്ങനെ കിട്ടും. നമുക്ക് മന്ത് വൈസ് ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ക്വാർട്ടർ ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടും. ഇവിടെ ക്വാർട്ടർ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ക്വാർട്ടർ സെലക്ട് ചെയ്താൽ ഒരു ക്വാർട്ടറിൻ്റെ മാത്രം കിട്ടും. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഫിൽറ്റർ ഒഴിവാക്കിയാൽ മൊത്തത്തിൽ ഇങ്ങനെ എല്ലാ മാസം 3 വർഷത്തെ 4 വർഷത്തെ മാസം അങ്ങനെ കിട്ടും. നമുക്ക് ഇതൊരു മെസ്സേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഇങ്ങനെ കിട്ടിയതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ ഹെഡിങ്ങുകളൊക്കെ മാറ്റുന്നതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഇതിൻ്റെ പ്രത്യേകതകൾ ഒന്നുകൂടി പറയാം. നമുക്ക് ഇതിൽ നമ്മൾ ഇയേഴ്സ് തന്നെ എടുക്കാം. അപ്പോൾ ഒരു ഇയർ നമ്മൾ സെലക്ട് ചെയ്യുന്നതോടുകൂടി നമുക്കത് കിട്ടി. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്കൊക്കെ മാർക്ക് ചെയ്യാം.
നമ്മൾ ഇതൊരു ബ്രോക്കൺ ആയിട്ടുള്ള ഇതായതുകൊണ്ട് ഡിസൈൻ ഒന്ന് മാറ്റാം. നമുക്ക് ഹോവർ ചെയ്ത് നോക്കിയാൽ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടും. നല്ല പറ്റിയ ഡിസൈൻ നമുക്ക് ഉപയോഗിക്കാം. ഇത് പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാം. ഓരോന്ന് സെലക്ട് ഓരോ ഇയറിലും നമ്മളിങ്ങനെ ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. ഓരോ ഇയറിലും നമ്മൾ ഇതേപോലെ ട്രാക്ക് ചെയ്ത് നമുക്കിത് കറക്റ്റായിട്ട് വെക്കാം. അപ്പോൾ ഇത് ലേബൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഡാറ്റ ലേബൽ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ്. ഡാറ്റ ലേബലിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് എബോവ് വേണോ ബിലോ വേണോ എന്നൊക്കെ, അതിനനുസരിച്ച് സെൻട്രൽ വേണോ എന്നൊക്കെ. നമുക്ക് എബോവ് കൊടുത്തു കഴിഞ്ഞാൽ പൊതുവെ എബോവിലേക്ക് തന്നെ ഇത് നിൽക്കും എല്ലാ ഭാഗത്തും. നമുക്കിതിനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് ഒന്നുകൂടി വിസിബിൾ ആവുന്ന വിധത്തിൽ ഓരോന്ന് നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നീക്കാം. അങ്ങനെ നീക്കി കഴിഞ്ഞു. നമുക്ക് ഈ 0 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വേരിയബിൾ എടുത്ത് ഇവിടെയുള്ള ഇതൊന്ന് ഫോർമാറ്റ് ചെയ്ത് 0 നമ്മൾ ഒഴിവാക്കുന്നു. ഇവിടെ കുറച്ചും കൂടി സ്പേസ് നമുക്ക് ഗ്രാഫിൽ കിട്ടും. അപ്പോൾ ഇതൊന്ന് റെഫ്രഷ് ചെയ്യണം, എന്നാലേ അത് കാണിക്കുള്ളൂ. റെഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 0 പോയി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇയർ, ഇപ്പം മന്താണ് വേണ്ടെങ്കിൽ നമുക്ക് മന്ത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓരോ മാസം സെലക്ട് ചെയ്യാം. പക്ഷേ ഒരു മന്ത് ആകുമ്പോൾ നമുക്ക് ആ ഒരു മാസത്തെ മാത്രമേ കാണിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിനൊരു റീഡബിലിറ്റി ഇല്ല. മന്ത് നമുക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. ക്വാർട്ടർ പ്രകാരം സെലക്ട് ചെയ്യാം. ക്വാർട്ടറിലും ഇയർ വൈസ് ആണ് ഉണ്ടാവുക. ഓരോ ക്വാർട്ടറിലെയും സെലക്ട് ചെയ്യാം. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് സ്ലൈസറിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് 2 ഇയേഴ്സിന്റെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാണല്ലോ കിട്ടുക. നമുക്ക് ഒന്നുകിൽ ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോഴൊക്കെ നമുക്ക് ഇതിനെ അപ്പോൾ ഇവിടെ 2, 22, 23 ഇങ്ങനെ കിട്ടും. ഇതൊക്കെ നമുക്ക് വലിച്ചു നീട്ടി അതിന്റെ ഒരു റീഡബിലിറ്റി ഉണ്ടാക്കാം. ഇവിടെ ടോട്ടൽ 2 ലൈനാണ് മന്ത്ലി ഉള്ള സെയിൽസ് ഒക്കെ കാണിക്കുന്നത്. ഹെഡിങ് അതിനനുസരിച്ച് മാറ്റം വരുത്താം. കൂടുതലായിട്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേകത, അപ്പം നമുക്ക് ഇതേപോലെ ക്വാർട്ടറിലും ഇതേപോലെ തന്നെ ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് മാത്രമേ നമുക്ക് സ്ലൈസർ ആണെങ്കിൽ ഒന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, പിന്നെ 22, 24 വേണമെങ്കിൽ സെലക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ടൈം ലൈൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. വേണമെങ്കിൽ ഷിഫ്റ്റ് അമർത്തി നമുക്ക് ഇവിടെ ഷിഫ്റ്റ് അമർത്തിയിട്ട് ക്ലിക്ക് ചെയ്താൽ ഈ 3 ഇയർ ഒന്നിച്ച് സെലക്ട് ആവും. നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ കാണിക്കാം. ഇനി ഇതിന്റെ ഒന്നിൽ കൂടുതൽ ഗ്രാഫ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് അത് സ്ലൈസറിൽ നമ്മൾ കണക്ട് ചെയ്തതുപോലെ ഗ്രാഫ് എടുക്കുമ്പോൾ ഇവിടെ ഫിൽട്ടർ കണക്ഷനിൽ കാണിക്കും. ഇപ്പോൾ ഒന്ന് മാത്രം ആയതുകൊണ്ടാണ് കാണിക്കുന്നത്. ഒന്നിൽ കൂടുതൽ നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ ഫിൽട്ടർ കണക്ഷൻ എടുത്തിട്ട് ചെയ്താൽ മതി. ഇതൊക്കെ വിശദമായിട്ട് പിവറ്റ് ടേബിൾ ചാർട്ടിൽ നമ്മൾ വിശദീകരിച്ചുകൊണ്ടാണ്. 3 വർഷത്തും കാണിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഷിഫ്റ്റ് അമർത്തിയിട്ട് ഒന്നും കൂടി നിൽക്കുക, 4 വർഷത്തെ ചാർട്ടും ഇവിടെ ഒന്നിച്ച് കാണിക്കും. ഇതേപോലെ കോളം ചാർട്ട് ആയാലും ഏത് ചാർട്ട് ആയാലും ഏത് ഡിസൈൻ ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫിൽട്ടർ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽട്ടർ ഒഴിവാക്കാം. ഇപ്പോൾ എല്ലാ ഇയറിൻ്റെ ആണ് കാണിക്കുന്നത്. ഇയർ വൈസ് ആയതുകൊണ്ട്, അത് ക്വാർട്ടർ വൈസ് ആയതുകൊണ്ട് ക്വാർട്ടർ വൈസിൽ നമുക്ക് ഇതേപോലെ ഓരോന്നിൻ്റെയും ഇങ്ങനെ സെലക്ട് ചെയ്ത് ഒന്നിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 4 ക്വാർട്ടർ കിട്ടണമെങ്കിൽ 4 എണ്ണം ഒന്നിച്ച് ഷിഫ്റ്റ് അമർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ 4 ക്വാർട്ടർ ആകുമ്പോൾ 4 മന്തും കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി 2 ക്വാർട്ടർ മാത്രമാണെങ്കിൽ കിട്ടുന്നെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ ഷിഫ്റ്റ് അമർത്തിയിട്ട് കഴിഞ്ഞാൽ 6 മാസത്തെ നമുക്ക് കിട്ടും. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഈ രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ സെയിൽസ് ഡാറ്റയിൽ നമ്മൾ പ്രത്യേകിച്ച് കോളം ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ഈ ഡേറ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ ഗ്രൂപ്പിംഗ് നടത്തുകയും, ഇവിടെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഗ്രൂപ്പിൽ നമ്മൾ മന്തും ഇയറും മാത്രം സെലക്ട് ചെയ്താൽ മതി. നമ്മൾ ടൈം ലൈൻ നമുക്ക് ഗ്രൂപ്പ് തന്നെ കിട്ടും. ഇനി നമുക്ക് ഡേയ്സ് സെലക്ട് ചെയ്തുകൊണ്ട് എത്ര ഡേയ്സിന്റെ ഉള്ളിൽ കാണിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഈ രീതിയിൽ ടൈം ലൈനും കൂടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിലേക്കും ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒന്നിൽ കൂടുതൽ ചാർട്ട് വേണമെങ്കിൽ ഇത് ചെറുതാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ ഡാഷ്ബോർഡ് പോലെ ഇതിനെ കൂടുതൽ ഭംഗിയാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈം ലൈനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതോടുകൂടി ഒരു പിവറ്റ് ടേബിളിനെ സ്ലൈസറുമായിട്ട് കണക്ട് ചെയ്യുന്നത് മനസ്സിലാക്കി, ടൈം ലൈനായിട്ട് കണക്ട് ചെയ്യുന്നത് മനസ്സിലാക്കി. ഒന്നിൽ കൂടുതൽ സ്ലൈസർ ആഡ് ചെയ്യാം. അപ്പോൾ ടൈം ലൈനിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ മന്താക്കി ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ഇവിടുന്ന് തന്നെ നമുക്ക് ഇതിനെ ക്വാർട്ടർ കൂടി കിട്ടുന്ന രീതിയിൽ ടൈം ലൈനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈം ലൈനും ഡിസൈനും നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ അതോടുകൂടി നമ്മുടെ പിവറ്റ് ടേബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അത് ചാർട്ടുമായി കുറച്ചും കൂടി നമുക്ക് വിഷ്വലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം വിശദീകരിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ ഈ ലെസനോട് കൂടി പിവറ്റ് ടേബിളിൻ്റെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. വീഡിയോ കണ്ടതിനും ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.